നമസ്കാരം. പ്രാദേശിക സർക്കാർ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു ഈ തോൽവി അപ്രതീക്ഷിതമാണ്. മാത്രവുമല്ല, പാർട്ടി സെക്രട്ടറിയും അതേപോലെ തന്നെ ചില ഉന്നത CPM നേതാക്കളും ഒക്കെ പറഞ്ഞു ഞങ്ങളിത് പഠിച്ച് വിലയിരുത്തി തെറ്റുതിരുത്തി മുമ്പോട്ട് പോകുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സാധാരണ വോട്ടർമാരെന്ന നിലയിൽ വോട്ടർമാർ ഈ സർക്കാരിനെ, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രവർത്തനത്തെയും രാഷ്ട്രീയത്തെയും സമീപനത്തെയും എല്ലാം സമഗ്രമായി വിലയിരുത്തിയാണ് ഈ മലയാളികൾ വോട്ട് രേഖപ്പെടുത്തിയത്. അവർക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. അതായത് കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള വോട്ടർമാർ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു തന്നെയാണ് വോട്ട് ചെയ്തത്. എന്നാൽ അതിനുശേഷം തിങ്കളാഴ്ച CPM സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു വിലയിരുത്തി. അപ്പോഴാണ് വോട്ടർമാരായ നമുക്ക് സംശയമുണ്ടാകുന്നത്. കാരണം CPM വിലയിരുത്തിയിരിക്കുന്നത് യാതൊരു വിധമായ ഭരണവിരുദ്ധ വികാരവും ഇല്ല, നമ്പർ 1. നമ്പർ 2, രാഷ്ട്രീയമായി ഇടതുമുന്നണി കിട്ടേണ്ട വോട്ട് മുഴുവൻ കിട്ടിയിരിക്കുന്നു. നമ്പർ 3, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നമുക്ക് സംശയമായി. ഇത് ശരിക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഓപ്പറേഷൻ സക്സസ് ബട്ട് പേഷ്യന്റ് ഡൈഡ് എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം ശരിയാണ്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ചില തെറ്റുകൾ അല്ലെങ്കിൽ എന്താണ് വീഴ്ചകൾ പറ്റിയത് എന്ന് CPM സെക്രട്ടേറിയറ്റ് വിലയിരുത്തുകയും അത് നമ്മളുമായി പങ്കുവെക്കുകയും ചെയ്യും എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് CPM-നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും CPM തന്നെയാണ് ഇടതുപക്ഷത്തെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ നിലപാടുകളും രാഷ്ട്രീയവും ഒക്കെ തന്നെയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ അത് യാതൊരു വിധമായ തെറ്റും തങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. മാത്രവുമല്ല, ഇതേപോലെ രാഷ്ട്രീയ നിലപാടുകളും ഇതേപോലെ ഭരണവും അതേപോലെ എല്ലാ സമീപനങ്ങളും നിലവിലെ അവസ്ഥയിൽ തുടരും എന്ന വളരെ ഉറച്ച പ്രഖ്യാപനമാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തലിലൂടെ മലയാളികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ വീണ്ടും നമുക്ക് സംശയമാണ്. കാരണം ഇത് LDF-ന്റെ ഭാഷയത്തിൽ അല്ലെങ്കിൽ CPM-ന്റെ ഭാഷയിൽ തങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് പരോക്ഷമായി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ സീറ്റുകളുടെ എണ്ണം തങ്ങൾക്കല്ല, UDF-നാണ് കൂടുതൽ കിട്ടിയത് എന്ന് മാത്രം. അപ്പൊ ഈ രീതിയിൽ എന്തുകൊണ്ടാണ് CPM ഈ ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്? ഈ വിലയിരുത്തൽ ശരിയായ ഒരു വിലയിരുത്തലാണോ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇത് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വൈകാരികമായ ഒരു മാറ്റം എന്താണ്? അതുപോലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ഈ ഏതാനും നാളുകളായി, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രയോഗിച്ചുകൊണ്ടിരുന്നത് പച്ചയായ ഭൂരിപക്ഷ വർഗീയതയായിരുന്നു. അതായത് ഭൂരിപക്ഷ വർഗീയതയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു അടുത്ത തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു രാഷ്ട്രീയ കളി. അതിൻ്റെ ഏറ്റവും വലിയൊരു ദൃശ്യ പ്രഖ്യാപനമായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ 1-ാം നമ്പർ കാറിൽ വെള്ളാപ്പള്ളി നടേശനുമായി പമ്പയിൽ ഒന്നിച്ചു വന്നിറങ്ങിയത്. അത് വലിയൊരു അനുകൂലമായ മാറ്റം കേരളത്തിൽ തങ്ങൾക്ക് ഉണ്ടാക്കും എന്ന ഒരു ധാരണയായിരുന്നു മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഉപദേശം നൽകിയിരുന്ന PR ഏജൻസിക്കും ഉണ്ടായിരുന്നത്. കാരണം ഏറെ നാളുകളായിട്ട് PR ഏജൻസിയുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കുറിപ്പടി പ്രകാരമാണ് വിശേഷിച്ചും മുഖ്യമന്ത്രി ഓരോ അജണ്ടകൾ തീരുമാനിക്കുന്നതും പ്രവർത്തിക്കുന്നതും. പക്ഷെ അതിൻ്റെയും കൂടെ പരാജയമാണ് നാം ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല, അത് ഗംഭീരമായി തിരിച്ചടിച്ചതായും നാം സാധാരണ വോട്ടർമാർ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിർത്തിയിട്ട് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളെന്ന് സ്വയം അഭിമാനിക്കുന്ന ആൾക്കാരടങ്ങിയ CPM സെക്രട്ടേറിയറ്റ് ഈ ഗഹനമായി പഠിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ അരാഷ്ട്രീയ വോട്ടുകളെങ്കിലും, അതായത് CPM ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മലയാളികളെ ആക്ഷേപിച്ചിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയ വോട്ടുകളെല്ലാം തന്നെ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബാക്കി
UDF പോയത് മുഴുവൻ അരാഷ്ട്രീയ വോട്ടുകൾ എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള വോട്ട് ചെയ്ത മലയാളികൾ അരാഷ്ട്രീയ വ്യക്തിത്വങ്ങളാണ്, തങ്ങൾക്ക് ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരാണ്, തങ്ങൾക്ക് നിലപാടില്ലാത്തവരാണ് എന്നുള്ള ഒരു പരോക്ഷ വിളിയും കൂടെ അതിൻ്റെ പിന്നിൽ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ അപ്പോഴും അവർ CPM സെക്രട്ടേറിയറ്റ് ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാവും കൊല്ലത്തുണ്ടായിട്ടുള്ള മാറ്റം. കൊല്ലത്ത് നഗരസഭയിൽ, അതായത് കോർപ്പറേഷനിൽ BJP 2 അക്ക സീറ്റുകൾ നേടിയതും, അതോടൊപ്പം അവിടെ ദശാബ്ദങ്ങളായിട്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് കോർപ്പറേഷൻ ഭരണം നടാടി UDF കൈകളിലേക്ക് വരുന്നത്. മാത്രവുമല്ല, കൊല്ലത്ത് ഇളകിക്കഴിഞ്ഞാൽ, CPM അടിത്തറ കൊല്ലത്ത് ഇളകിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ എങ്ങും ഇളകാൻ പാടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരം സംഗതികളൊന്നും തന്നെ CPM സെക്രട്ടേറിയറ്റിന്റെ ശ്രദ്ധയിൽ വരാതിരുന്നതാണോ, അതോ സാധാരണ വോട്ടർമാരായ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളായ നമുക്ക് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാകാത്തതാണോ യഥാർത്ഥ കാര്യം എന്ന് നമുക്ക് തന്നെ ഒരു സംശയം തോന്നുന്ന അവസ്ഥയിൽ എത്തിപ്പെടുന്നു.